ഉഗ്രമൂർത്തിയായ മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനമായി ഭക്തർക്ക് അനുഗ്രഹമേകി വിരാജിക്കുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രം. ഈ വർഷത്തെ ഉത്രട്ടാതി മഹോത്സവത്തിന് ഏപ്രിൽ 8-ന് കൊടിയേറ്റോടെ തുടക്കമാവും. സ്വർണ്ണ കൊടിമര നിർമ്മാണം നടക്കുന്നതിനാൽ കലാപരിപാടികൾ ഒഴിവാക്കിയാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ഏപ്രിൽ 8-ന് രാത്രി 7 മണിക്ക് തന്ത്രിമുഖ്യൻ കുളക്കട നമ്പിമഠത്തിൽ ഭാനു പണ്ടാരത്തിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നത്. ഉത്സവ ദിനങ്ങളിൽ രാവിലെ 6:30-ന് പ്രഭാത ഭക്ഷണം, 12 മണിക്ക് അന്നദാനം, 8:30-ന് സായാഹ്ന ഭക്ഷണം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 15-ന് രാവിലെ 8 മണിക്ക് തൃക്കൊടി ഇറങ്ങുന്നതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പടിഞ്ഞാറോട്ട് ദർശനമുള്ള മഹാദേവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കിഴക്കോട്ട് ദർശനമായി പാർവതിയും പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീകൃഷ്ണനും വാഴുന്ന അപൂർവ ക്ഷേത്ര സങ്കേതം കൂടിയാണിത്. ചരിത്രപരമായും ഐതിഹ്യപരമായും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രം. ക്ഷേത്ര സങ്കേതത്തിലെത്തിയാൽ ആദ്യം തന്നെ കാണുന്ന കാഴ്ച ഭക്തന്റെ മനം കുളിർപ്പിക്കും. 4 ചുറ്റും വിവിധ തരത്തിലുള്ള ചെടികൾ പൂത്തു നിൽക്കുന്നു. ഇന്നർച്ചിക്കാൻ എൻ്റെ പൂക്കൾ എറുത്തോളൂ എന്ന മട്ടിൽ ക്ഷേത്രപൂജയ്ക്ക് ആവശ്യമായ പൂക്കളെല്ലാം ഇവയിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അപൂർവ അവസരത്തിൽ മാത്രമേ വെളിയിൽ നിന്ന് പൂക്കൾ കണ്ടെത്തേണ്ട ആവശ്യമുള്ളൂ. പൂജകൾക്കും ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കും കൊടുക്കുന്ന നിഷ്ഠ മൂലം ദിനവും ഇവിടേക്ക് ഭക്തർ പ്രവഹിക്കുകയാണ്. നിർമ്മാല്യ ദർശനത്തിന് മാത്രമെത്തുന്ന 200-ലധികം ആൾക്കാർ മതി ഇതിന് സാക്ഷ്യം പറയാൻ. ദക്ഷയാഗത്തിൽ ക്ഷണിക്കപ്പെടാതെ ചെന്ന് അപമാനിതയായ സതീദേവി ദേഹത്യാഗം ചെയ്ത വാർത്ത കേട്ട് കോപിഷ്ഠനായ ശിവഭഗവാന്റെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ അഷ്ടാഭിഷേകവും ജലധാരയും മഹാമൃത്യുഞ്ജയ ഹോമവും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്.